कभी नहीं। वो शपथ समारोह कभी नहीं होना चाहिए। खत्म कर दो उसे। उसके बारे में आप फिक्र मत कीजिए, मेरे दोस्त लोग अभी केरला पहुंच रहे हैं, वो लोग उसे ठीक कर देंगे। कौन है वो लोग? रणधीर, अमर, जंडू। എത്തി. എന്റെ ദൈവമേ, ഓ ഇങ്ങനെ പോയാൽ സമയം ഒരുപാടെടുക്കും. ഇതിലേ നിരങ്ങ. സാർ, മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാ. പിടിച്ചോ. നാളെ സത്യപ്രതിജ്ഞ കഴിയുന്നവരെ ഈ വഴിയുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യണം. സർ, ജനജീവിതം സ്തംഭിപ്പിക്കരുത് എന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. You can say it like that. I don't mind. The whole area must be under the control of police. മനസ്സിലായല്ലോ? സംശയകരമായി ആരെ കണ്ടാലും വെടിവെക്കാൻ സാർ. നോ, വെടിവെക്കില്ല സാർ. വാട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സാർ? സാർ പറയണം. സ്റ്റോപ്പ് ഇറ്റ്. ഡോഗ് സ്ക്വാഡ് എത്തിയില്ലേ? പട്ടിയെത്തി. അർജുൻ, എന്താണോ? അവർത്തി ചവിട്ടിയപ്പോ ഷൂസിന്റെ ആണി കാലേ കയറി സാർ. ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മൂലംകുഴിയിൽ പ്രഭാരൻ എന്താ ഒരു പ്രന്യാസം? പല തവണയായി താൻ ഇത് ആവർത്തിക്കുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നു. മരുമോന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാൻ അമ്മായി അച്ഛന് ചമ്മല. ഡ്യൂട്ടിക്കിടയിൽ എനിക്ക് ബന്ധമില്ല. അല്ലാത്തപ്പോഴും come on, salute me. ബെൽറ്റ് മുറുകെ പിടിച്ചോളൂ. സാർ ഇവനെ തിരിച്ച് സല്യൂട്ട് ചെയ്യാത്തോണ്ടാ. സാറിനേക്കാൾ റാങ്ക് ഇവനാ. സർക്കിളാ. ഒന്ന് സല്യൂട്ട് ചെയ്തു. സെർച്ചിന് റെഡിയല്ലേ? സർ. പട്ടിയുടെ കേരളത്തിൽ ഒരുപാട് ഞെളിയാതെ സർക്കിളിനെ വിളിച്ചോണ്ട് വാടോ. ഇപ്പൊ കടിച്ചു പറിച്ചേനെ. എന്റെ മോള് വിധവയാവില്ലോ എന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ എന്നെ അവനെ ബോംബെറിഞ്ഞ് കൊന്നേനെ. ചതിച്ച ബോംബെണ്ടെന്നാ തോന്നണം. അയ്യോ, അയ്യോ, അജ്ഞാത ഭീകരൻ. ഓടരുത്. ഓടത്തില്ല. വെടിവെക്കരുത്. വന്ദേ മാതരം, വന്ദേ ആരേട്ടാ, മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. മാണിക്യമംഗലത്ത് ശങ്കരമേനോൻ മകൻ രവിമേനോനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുന്നു.
ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമായതൊഴികെ നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പെട്ടെന്ന് എങ്ങനെ തൊപ്പിയിൽ ഓട്ടം വീണു? നിങ്ങളുടെ ചോദ്യങ്ങൾ ജനുവിനാണെങ്കിൽ എന്റെ മറുപടി എളുപ്പമാവും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അങ്ങ് പെട്ടെന്ന് കേരള മുഖ്യമന്ത്രിയാകാനുണ്ടായ സാഹചര്യം? ഹൈക്കമാൻഡ് തീരുമാനിച്ചു, ഞാനതനുസരിച്ചു. ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? വഴിയെ അറിയിക്കാം. കേന്ദ്രത്തിൽ വെച്ച് 2 വട്ടം വധഭീഷണി ഉണ്ടായ അങ്ങയ്ക്ക് വേണ്ടി വൻ പ്രൊട്ടക്ഷൻ ആണല്ലോ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആണോട്? സർ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നാളെ ഇവരൊക്കെ എഴുതും, പുതിയ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വാഹനങ്ങളുടെ നീണ്ട നിര, പ്രൊട്ടക്ഷനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നു. എടോ, ഇത് കേരളമാണ്. ഒരു ജീപ്പ് മതി എസ്കോർട്ടായിട്ട്. സർ, അത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി. എന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പേടിച്ചിട്ടാണോ? അങ്ങനെ ഒരാൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാടോ കഴിയുക?